നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ജോബ് നോട്ടിഫിക്കേഷനെ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1, 2, 3 എന്ന നമ്പർ ക്രമത്തിൽ പ്രധാനപ്പെട്ട മെയിൻ വീഡിയോയുടെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആദ്യ നോട്ടിഫിക്കേഷൻ കേരള PSC മുഖേന വിളിച്ച KSEBിയിലേക്ക് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. 900 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 3-ാം തീയതിയാണ്. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷൻ PSCയിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ്. അതിൽ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏത് ഡിഗ്രി ഉള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 3 ജൂൺ 2026 ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീഡിയോയുടെയും 1, 2 എന്ന നമ്പർ ക്രമത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൻ വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തത് 10 പാസ്സായവർക്ക് ഹൈക്കോടതിയിൽ ലഭിക്കുന്ന സ്ഥിര നിയമനത്തെ പറ്റിയിട്ടാണ്. 21,700 രൂപ മുതൽ 69,100 ലഭിക്കാൻ പറ്റുന്ന തസ്തികയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി മെയ് മാസം 21 ആണ്. അപ്പോൾ ഇത് കർണാടക ഹൈക്കോടതിയിലേക്കാണ് സ്ഥിര നിയമനം ലഭിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായവർക്ക് എയർഫോഴ്സിൽ ജോലി ലഭിക്കാൻ അവസരമാണ്. തിരുവനന്തപുരം ജില്ലയിലും വേക്കൻസികളുണ്ട്. ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 2 ജൂൺ ആണ്. അടുത്ത പോസ്റ്റ് 10ാം ക്ലാസ് പാസ്സായവർക്കാണ്. കേരളത്തിൽ പോലീസ് കോൺസ്റ്റബിൾ ആവാൻ സാധിക്കുന്നതാണ്. 304 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് പിന്നീടാണ് എക്സാം വരുന്നത്. മെയിലും ഫീമെയിൽ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. CRPFൻ്റെ കീഴിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത അവസാന തീയതി 19/5/2026 ആണ്. അടുത്ത പോസ്റ്റ് മിനിമം 8ാം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ലഭിക്കുന്ന അവസരമാണ്. പരീക്ഷയില്ല, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ബേസിലാണ് ഇവിടെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അടുത്ത പോസ്റ്റും എക്സാം ഇല്ലാത്തതിന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ റെയിൽവേ ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ജോലി ലഭിക്കുന്ന അവസരമാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്ത അവസാന തീയതി 22 മെയ് 2026. അതായത് എക്സാം ഇല്ല, എക്സാമിനേഷൻ ഫീസൊന്നുമില്ല. ശ്രദ്ധിക്കുക, ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇമെയിൽ മുഖേനയാണ്. അടുത്തത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. കറൻസി നോട്ട് പ്രസ്സിൽ സ്ഥിര നിയമനം ലഭിക്കുന്ന അവസരമാണ്. ഇതിലേക്ക് 534 ഒഴിവുകളാണ് വിവിധ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി, ഡിപ്ലോമ, IT, BE, BTech ഉള്ളവർക്കിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെയ് മാസം 19-ാം തീയതി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി. അപ്പം നമ്മൾ ചാനൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അനുയോജ്യമായ തസ്തികകളിലേക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ മെയിൻ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷൻ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക്